ഉള്ളാളം സയ്യിദ് മദനിക്ക് മുമ്പ്, രാമന്തലി സുഹദാക്കന്മാർക്ക് മുമ്പ്, അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിക്ക് മുമ്പ്, ഏർവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിമിന് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് നമുക്ക് ഈ ജന്മം നൽകിയത്. അതുകൊണ്ട് അർച്ചനകളും നേർച്ച വഴിപാടുകളും അവന് മാത്രമാക്കുക. എങ്കിൽ ജനങ്ങളെ പടക്കം പൊട്ടിക്കണ്ട. നമ്മുടെ ഓരോ പ്രദേശങ്ങളിലുമുള്ള ഓരോ ജാറങ്ങളിലും ദർഗകളിലും മക്കാമുകളിലും നടക്കുന്ന ഈ ഏർപ്പാടിൽ എത്ര കോടി രൂപയുടെ പടക്കമാണ് പൊട്ടുന്നത്. പടക്കം പൊട്ടിയിട്ട് ആർക്കാണ് എന്തുപകാരം ചങ്ങാതിമാരെ? പടക്കം പൊട്ടിയിട്ട് എന്തുപകാരം? വെടിക്കെട്ട് നടത്തിയിട്ട് എന്തുപകാരം? ബാണം വിട്ടിട്ട് എത്ര ഉപകാരം? മതങ്ങൾ പറഞ്ഞോ? ഇല്ല. ദൈവങ്ങൾ പറഞ്ഞോ? ഇല്ല. ഈ മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞതാണോ? എടാ ഒച്ചുണ്ടാക്ക്, ബഹളമുണ്ടാക്ക്, പൊട്ടട്ടെ, ആളുകളുടെ കൈ തെറിച്ചു പോട്ടെ എന്ന്? പടക്ക നിർമ്മാണശാലകൾ പൊട്ടി എത്രയെത്ര മനുഷ്യന്മാരാണ് വെന്ത് മരിച്ചത് അല്ലേ? മനുഷ്യന് തിന്നാൻ കൊടുക്കാൻ ഇവിടെ ഭക്ഷണം കുറവുണ്ടെന്ന് പറയുന്നു. ഭക്ഷണം, പോഷകാഹാരം കിട്ടാതെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് പറയുന്നു. എന്നിട്ടാണ് നമ്മൾ ആനകൾക്ക് തിന്നാൻ കൊടുക്കുന്നത്. കോടി രൂപ ആനകൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ആനകളെ കൊണ്ട് മരം വലിപ്പിക്കുകയാണോ? അല്ല. പിന്നെയോ ഇത്തരം സന്ദർഭങ്ങളിൽ റോഡ് ബ്ലോക്കാക്കിയിട്ട് പ്രകടനം നടത്താൻ മാത്രം ആന. മതം പറഞ്ഞതാണോ? അല്ല. ബുദ്ധിയാണോ? അല്ല. വിവേകമാണോ? അല്ല. തൻ്റെ ഇടമാണോ? അല്ല. എങ്കിൽ ജനങ്ങളെ നമുക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ? എന്തിനിതൊക്കെ? മതം പറഞ്ഞതാണെങ്കിൽ നമുക്ക് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കാം. എന്തിനിതൊക്കെ? കോടി രൂപ നശിപ്പിക്കണോ? വേണ്ട. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുമ്പോൾ ബാണം വേണ്ട, വെടിക്കെട്ട് വേണ്ട, പടക്കം വേണ്ട, ബിംബം വേണ്ട, ജാറം വേണ്ട, ദർഗ വേണ്ട, മക്കാമ് വേണ്ട, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ വേണ്ട, മണ്ഡപമോ ശ്രീകോവിലോ അൾത്താരയോ പ്രതിഷ്ഠയോ വേണ്ട. ഇതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം. മനുഷ്യർക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സ്വഭാവ മര്യാദകളുമാണ് ഇസ്ലാം അതിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ നമുക്ക് നൽകിയത്. അത് ലളിതമാണ്, മനോഹരമാണ്, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൽ നിഗൂഢതകളില്ല. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ കേൾക്കുന്നു ഹാ ഹേ ഹോ ഹേ ഹം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിയാക്കന്മാരും ജനങ്ങളും കൂടി ആടിപ്പാടി ഇരുട്ടത്ത് വെളിച്ചം കത്തിച്ചു വെക്കാതെ എന്തൊക്കെയോ കാണിക്കുന്നു. അതൊന്നും പടച്ചവൻ പഠിപ്പിച്ചതല്ല. അതൊന്നും മുഹമ്മദ് നബി പഠിപ്പിച്ചതല്ല. അള്ളാഹുവിനെ ആരാധിക്കുക. 5 നേരം പള്ളിയിൽ പോയി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും യുവാക്കളും വൃദ്ധരുമൊക്കെ നമസ്കരിക്കുക. തല മുഴുവൻ തടവി ഒതുവെടുക്കുക. 2 കൈകളും ഉയർത്തി നെഞ്ഞിന് നേരെ, ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ ഉയർത്തി വിരലുകൾ നേരെ പിടിച്ച് അടുപ്പിച്ച് പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇടത്തെ മണികണ്ഠത്തിന്റെ മീതെ വലത്തെ മണികണ്ഠം വെച്ച്, ഇടത്തെ കൈയിന്റെ മീതെ വലത്തെ കൈ വെച്ച് നെഞ്ഞത്ത് വെച്ച് നമസ്കാരം ആരംഭിക്കുക. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരാൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർ ആമീൻ പറയുകയല്ല. ആ രീതിയിൽ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ ജനങ്ങൾ കൂടുമ്പോൾ ജനങ്ങളോട് ഉപദേശിക്കുക, ജനങ്ങളോട് പ്രസംഗിക്കുക, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് പ്രസംഗത്തിന്റെ അടിസ്ഥാന ഭാഗങ്ങൾ മാത്രം അറബിയിലായാൽ മതി, വേറൊന്നും വേണ്ട. തൂണുകൾ മാത്രം അറബിയിലായാൽ മതി, തൂണുകൾ മാത്രം അറബിയിലായാൽ മതി. പ്രസംഗം, ജുമുഅ പ്രസംഗം സാരസമ്പൂർണമാകണം, ലളിതമായ പദങ്ങളാകണം, കെടുകട്ടിയുള്ള പദങ്ങളാകരുത് എന്ന് മഹല്ലി 2-ാം വാള്യം 305-ാമത്തെ പേജിൽ പറഞ്ഞു. 305-ാമത്തെ പേജിൽ പറഞ്ഞു. ചെറിയ പെരുന്നാൾ പ്രസംഗത്തിൽ ഫിത്ർ സക്കാത്തിനെ പറ്റിയും വലിയ പെരുന്നാളിൻ്റെ ഇതിൽ ഉളഹിയത്തിനെ പറ്റിയും ജനങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് എന്ന് 10 കിതാബിലെ 187-ാമത്തെ പേജിൽ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസംഗിക്കുക. റമളാൻ വരുന്നു, നോമ്പ്, 1 മാസത്തെ നോമ്പ്. ആ നോമ്പ് കാലത്ത് 5 നേരം പള്ളിയിൽ പോകുന്നു. ഇശാ നമസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ 11 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും തറാവീഹ് നമസ്കരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് രാത്രി റമളാനിൽ എങ്ങനെയാണ് നമസ്കരിച്ചിരുന്നത് എന്ന് ചോദിക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു അബീ സലമ, ആയിഷ ബീവി പറയുന്നു, ചോദ്യം എന്താ?
കൈഫ കാന സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമളാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലെ നമസ്കാരം എങ്ങനെയായിരുന്നു? സഹോദരങ്ങളെ, ഏതാണ് റമളാൻ മാസത്തിലെ നമസ്കാരം? സുബഹിയാണോ, ളുഹറാണോ, അസറാണോ, മഗ്രിബാണോ, ഇശയാണോ? അല്ല. റവാത്തിബ് സുന്നത്തുകളാണോ? അല്ല. തഹിയ്യത്താണോ? അല്ല. ളുഹയാണോ? അല്ല. പിന്നെയോ തറാവീഹ്. ഉത്തരം മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റകഅ. റമളാനാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11-ലപ്പുറം നമസ്കരിച്ചിട്ടേയില്ല. 11-ലപ്പുറം നമസ്കരിച്ചിട്ടേയില്ല. 4 റക്അത്ത് നമസ്കരിക്കും, പിന്നെയും 4 റക്അത്ത് നമസ്കരിക്കും, പിന്നെ 3 കൊണ്ട് ഒറ്റയാക്കും എന്നാണ് ബുഖാരിയിലെ ഹദീസ്. അപ്പോൾ 11 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുക. ഖുർആൻ പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിഫ് ലാം മീം എന്നോദിയാൽ 30 കൂലിയുണ്ട്. ജനങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യണം. പാരായണം ചെയ്താൽ മാത്രം മതിയോ? പോരാ. അള്ളാഹു ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആൻ അവർ ഉറ്റാലോചിക്കുന്നില്ലേ? ഓരോ ആയത്തും ഓരോ വചനവും കേട്ട് മനസ്സിലാക്കണം. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് ഇരിക്കുകയാണോ? ജനങ്ങളെ, നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ട്. ആ ഖുർആൻ ഓതാറുണ്ട്. പക്ഷേ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ആശയം മനസ്സിലാകുന്നുണ്ടോ? ഖുർആനിൽ ഈ ശബ്ദം മാത്രമല്ല ഉള്ളത്. ഇങ്ങനെ ശബ്ദിക്കുമ്പോ അർത്ഥം മനസ്സിലാകുന്നില്ല, അല്ലേ? എന്നാൽ പിന്നീട് പറയുന്ന കാര്യങ്ങളോ മനസ്സിലാകുന്നുണ്ട്. അഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തണമെന്നാണ് അർത്ഥം. വഖ്സിദ് ഫീ മശീക, നടത്തത്തിൽ മിതത്വം പാലിക്കണമെന്നാണ് അർത്ഥം. അർത്ഥം മനസ്സിലായാൽ ഉപകാരമില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആൻ അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഖുർആനെ പിന്തുടരാത്ത മനുഷ്യന്മാരെ പറ്റി പറഞ്ഞത്. യാ റബ്ബി, എന്റെ രക്ഷിതാവേ മുഹമ്മദ് നബി ഖിയാമത്ത് നാളിൽ നമുക്കെതിരായി സാക്ഷി പറയുന്നു. ഇന്ന റബ്ബി യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. സൂറത്ത് ഫുർഖാനിലെ വചനം. എന്റെ സമുദായം ഈ ഖുർആനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. നമ്മൾ ആരെങ്കിലും മുസ്ഹഫ് വലിച്ചെറിഞ്ഞോ? ഇല്ല. മുസ്ഹഫ് ബഹുമാനിച്ചു. ഒതുവെടുത്ത് മാത്രം ഖുർആൻ ഓതി, അത് കെട്ടിപ്പൂട്ടി പാത്തു വെച്ചു. പക്ഷേ വലിച്ചെറിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. എന്താ കാരണം? ഖുർആൻ അനുസരിച്ചില്ല. ഖുർആൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയാൽ മാറ്റങ്ങൾ വരും. ഖുർആനില് പറയുന്നു, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവോട് മാത്രമേ ദുആ ഇറക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്ക്. സൂറത്തു നജ്മിലെ 20-ാമത്തെ വചനം, സൂറത്തു ജിന്നിലെ 20-ാമത്തെ വചനം. ശിർക്ക് ചെയ്താൽ എന്തു സംഭവിക്കും? സൂറത്ത് നിസായിലെ 48-ാമത്തെയും 116-ാമത്തെയും വചനം. ലാ യഗ്ഫിറു, അള്ളാഹു പുറത്തു തരികയില്ല. അള്ളാഹു പുറത്തു തരികയില്ല. വെളുമ്പത്ത മക്കാമിൽ പോയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ കൂലിയുണ്ട്. മറമാടപ്പെട്ട വ്യക്തിയോട് പ്രാർത്ഥിച്ചാൽ ഇസ്തിഗാസ ചെയ്താൽ അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. എന്താ അള്ളാഹു പൊറുക്കാത്ത പാപം ചെയ്താലുള്ള ദോഷം? ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സൂറത്ത് മാഇദയിലെ 72-ാമത്തെ വചനം. അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിലും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. ജനങ്ങളെ, ഒരാളെ കൊന്നാൽ പകരം അയാളെ കൊല്ലാം. 2 ആളെ കൊന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? 100 ആളെ കൊന്നവൻ എന്ത് ചെയ്യാൻ പറ്റും? 2 കോടി നിരപരാധികളെയാണ് മാർക്സിസം സ്ഥാപിക്കാൻ ജോസഫ് സ്റ്റാലിൻ കൊന്നത്. ഞാനല്ല പറയുന്നത്, ചരിത്രമാണ്, ക്ഷമിക്കണേ. സ്റ്റാലിന്റെ കട്ടൗട്ട് നമ്മുടെ സമ്മേളനങ്ങളുടെ മുന്നോടിയായി വരാറുണ്ട്. 2 കോടി മനുഷ്യരെയാണ് കൊന്നത്. പോൾപോട്ട് 10 ലക്ഷം പേരെയാണ് കൊന്നത്. വിയറ്റ്നാം യുദ്ധങ്ങളിൽ, 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ നാഗസാക്കി ഹിരോഷിമ ദിനം ആചരിച്ചു. എന്നാൽ അതൊക്കെ ചെയ്തു കൂട്ടിയ കൊടുംഭീകരായ പാപികൾക്ക് എന്ത് പരിഹാരം? ഗാന്ധിജിയെ കൊന്ന RSSകാരനായ ഗാന്ധിറാം വിനായക ഗോഡ്സേക്ക് എന്ത് പരിഹാരം? അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ സമര നായകനായ അബ്രഹാം ലിങ്കനെ കൊന്ന വിൽക്ക് ബൂത്തിനെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ചാൾസി ശോഭരാജിനെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കൂത്തുപറമ്പിൽ സഖാക്കളെ കൊന്നൊടുക്കിയ ക്രൂരരായ മനുഷ്യന്മാരെ നമുക്കെന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പുന്നപ്രവേലാർ സമരങ്ങളിൽ രക്തസാക്ഷികളായ സർസിപിയുടെ വെടിയേറ്റ് മരിച്ച സഖാക്കന്മാർക്ക് നമുക്കെന്ത് കൊടുക്കാൻ പറ്റി? ഒന്നും ചെയ്തില്ല, ഒന്നും സാധിച്ചില്ല. ഇഹലോകം ഇങ്ങനെയാണ്.